ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. സമയോചിതമായ നയങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യയെ സഹായിച്ചതായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സിംഗപ്പൂർ സന്ദർശനം തുടരുന്നു. അരുണാചൽ പ്രദേശിന്മേലുള്ള ഇന്ത്യയുടെ നിലപാട് സുവ്യക്തവും സുസ്ഥിരവുമെന്ന് ശ്രീ ജയശങ്കർ. വേനൽക്കാലത്ത് ആശുപത്രികളിൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തം തടയാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ നാളെ വരെ പേര് ചേർക്കാം. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ക്ഷയരോഗ വിമുക്തമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോക ക്ഷയരോഗ ദിന സന്ദേശത്തിലാണ് രാഷ്ട്രപതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദിനാചരണം രോഗം നിയന്ത്രിക്കുന്നതിലെ വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുമെന്നും അത് തടയാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. സമയോചിതമായ നയങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യയെ സഹായിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബംഗളൂരുവിൽ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. മഹാമാരിയുടെ കാലത്ത് ഇന്ത്യ വഹിച്ച പങ്ക് ആഗോള സമൂഹം അംഗീകരിച്ചിട്ടുണ്ടെന്നും രാജ്യം ഇന്ന് അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും അവർ പറഞ്ഞു. പരിഷ്കാരങ്ങൾ സമ്പദ്വ്യവസ്ഥയെ സുതാര്യമാക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തു. രാജ്യത്തെ സംരംഭകരും കർഷകരും യുവാക്കളും പുലർത്തിയ ക്ഷമത സമ്പദ്വ്യവസ്ഥയെ വേഗത്തിൽ വീണ്ടെടുത്തുവെന്നും ധനമന്ത്രി പറഞ്ഞു. അരുണാചൽ പ്രദേശിന്മേലുള്ള ചൈനയുടെ അവകാശവാദം യുക്തിരഹിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് സുവ്യക്തവും സുസ്ഥിരവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. 3 ദിവസത്തെ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സന്ദർശനത്തിന്റെ ഭാഗമായി സിംഗപ്പൂരിലെ കോർപ്പറേറ്റ് നേതാക്കളുമായും ശ്രീ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. വേനൽക്കാലത്ത് ആശുപത്രികളിൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു. ആരോഗ്യ വകുപ്പുകളുടെയും ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും കൂട്ടായ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാരുകൾ ആശുപത്രികളിൽ സമഗ്രമായ പരിശോധനകൾ നടത്താൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. BJPയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിവിധ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് യോഗം ചേർന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 12 ഇടങ്ങളിലെ 46 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. വാരാണസിയിൽ NDA സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് മത്സരിക്കും. മധ്യപ്രദേശിലെ രാജ്ഗഡിൽ ദിഗ്വിജയ് സിംഗ് മത്സരിക്കും. കാർത്തി ചിദംബരം തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് തന്നെ ജനവിധി തേടും. ഡാനിഷ് അലി UPയിലെ അമ്രോഹയിൽ നിന്ന് ജനവിധി തേടും. ഇതോടൊപ്പം സിക്കിം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള 18 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയും കോൺഗ്രസ് പുറത്തിറക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉത്തരാഖണ്ഡിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കി. ആദ്യഘട്ടത്തിൽ തന്നെ ഉത്തരാഖണ്ഡിലെ ആകെയുള്ള 5 സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും. ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനായുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ, സ്ട്രോങ് റൂം സൗകര്യങ്ങൾ എന്നിവ അദ്ദേഹം അവലോകനം ചെയ്തു. തിരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടർമാരെ പങ്കെടുപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തിരഞ്ഞെടുപ്പ് ഓഫീസർ അടിവരയിട്ടു. മേഖലയിലെ സ്വീപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് കർശനമാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയുടെ കസ്റ്റഡി കാലാവധി ചൊവ്വാഴ്ച വരെ നീട്ടി. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. ചൊവ്വാഴ്ച രാവിലെ കവിതയെ ഹാജരാക്കണമെന്ന് അന്വേഷണ ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് 18നും 19നും ഇടയിൽ പ്രായമുള്ള 1,80,00,000 കന്നി വോട്ടർമാരുണ്ടെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തവണ ഏകദേശം 19,74,00,000 വോട്ടർമാർ 20നും 29നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. യുവ വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമൂഹമാധ്യമങ്ങളിൽ ഐ വോട്ട് ഫോർ ഷ്യൂർ പോലുള്ള ക്യാമ്പയിനുകൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുൻപ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ പേര് ചേർക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ജയ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കിങ്സ് 11 പഞ്ചാബും ജയം നേടി. 2024 തോമസ് യൂബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് മത്സരങ്ങളുടെ പട്ടികാക്രമം ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ പുറത്തിറക്കി. ഇന്ത്യൻ പുരുഷ ടീം ഗ്രൂപ്പ് സിയിൽ ഇന്തോനേഷ്യ, തായ്ലൻഡ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ്. ഇന്ത്യൻ വനിതാ ടീം ചൈന, കാനഡ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ്. ചൈനയിലെ ഷെങ്ഡുവിൽ ഏപ്രിൽ 27 മത്സരങ്ങൾ ആരംഭിക്കുക. ഇന്ത്യൻ മാസ്റ്റേഴ്സ് ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മഹാരാഷ്ട്രയുടെ നഹീദ് ദിവേച്ചയ്ക്ക് ഇരട്ട സ്വർണം. വനിതാ വിഭാഗം സിംഗിൾസിലും മിക്സഡ് ഡബിൾസ് വിഭാഗത്തിലുമാണ് നഹീദ് ദിവേച്ചയുടെ വിജയം. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ മുഖ്യ കണ്ണിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളെന്ന് BJP നേതാവ് അനുരാഗ് സിംഗ് ഠാക്കൂർ ആരോപിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാൾ രാജിവെക്കാത്തതിനെയും ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഭാവി പരിപാടികൾ നിർണ്ണയിക്കാൻ ആം ആദ്മി പാർട്ടി ഇന്ന് യോഗം ചേരും. പാർട്ടി നേതാക്കൾ, MLA-മാർ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യസഭാ അംഗം സന്ദീപ് പഥക് യോഗത്തിന് അധ്യക്ഷത വഹിക്കുമെന്നാണ് സൂചന. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സൈനികർക്കൊപ്പം ലഡാക്കിൽ ഹോളി ആഘോഷിച്ചു. രാജ്യസേവനം മഹത്തായ പ്രവർത്തനമാണെന്നും എല്ലാ സൈനികർക്കും ആശംസകൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് സിംഗപ്പൂരിലെ ഇന്ത്യൻ എംബസിയിലും ഹോളി ആഘോഷിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ അനധികൃത പണമിടപാട് കർശനമായി നിരീക്ഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ജില്ലാ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി എറണാകുളത്ത് ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ബാങ്കുകളിലെയും സംശയകരമായ ഇടപാടുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കും. അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും ജില്ലാ അതിർത്തികളിലും കർശന പരിശോധന നടത്തുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളുണർത്തി കുരുത്തോലകളുമേന്തിയാണ് വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുക്കർമ്മങ്ങളും നടക്കുന്നു. ശബരിമല ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് നാളെ പമ്പയിൽ നടക്കും. ശരംകുത്തി, മരക്കൂട്ടം, ശബരിപീഠം, അപ്പാച്ചിമേട്, നീലിമല വഴി പരമ്പരാഗത പാതയിലൂടെയാണ് ആറാട്ട് ഘോഷയാത്ര നീങ്ങുക. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പമ്പയിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സങ്കൽപ്പിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന നടത്തുന്ന സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഇന്നലെ 100 ദിവസം പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷം ഡിസംബർ 23 ആരംഭിച്ച ദൌത്യത്തിന് കീഴിൽ സമുദ്ര സുരക്ഷയെ ബാധിക്കുന്ന 18 സംഭവങ്ങളിൽ നാവികസേന ശക്തമായ ഇടപെടലുകൾ നടത്തി. ഗൾഫ് ഓഫ് ഏഡൻ, അറബിക്കടൽ, സൊമാലിയുടെ കിഴക്കൻ തീരം എന്നിവിടങ്ങളിൽ ദൌത്യത്തിന് കീഴിൽ ഓപ്പറേഷനുകൾ സംഘടിപ്പിച്ചു. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഗൌരവമായി പരിഗണിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാർ. 2019 ഓഗസ്റ്റ് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം നിർത്തിവച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സമയോചിതമായ നയങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യയെ സഹായിച്ചതായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ സിംഗപ്പൂർ സന്ദർശനം തുടരുന്നു. അരുണാചൽ പ്രദേശിന്മേലുള്ള ഇന്ത്യയുടെ നിലപാട് സുവ്യക്തവും സുസ്ഥിരവുമെന്ന് ശ്രീ ജയശങ്കർ. വേനൽക്കാലത്ത് ആശുപത്രികളിൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തം തടയാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ നാളെ വരെ പേര് ചേർക്കാം. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.